എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. കനകയും ഗോവിന്ദനും കൂടി നന്ദുവിൻ്റെ വിവാഹകാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവാണല്ലോ. അന്നേരം കനക ആകെ വിഷമത്തിൽ പറയുന്നുണ്ട്, ജ്യോത്സ്യൻ വീണ്ടും പറഞ്ഞു നന്ദുവിൻ്റെ മനസ്സിലുള്ള ആ ആളുമായിട്ട് വിവാഹം നടക്കുകയുള്ളൂ എന്ന്. അതിൻ്റെ വിഷമവും പറയുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ആദർശം നയനയും കൂടി വരുന്നു. അപ്പോഴത്തേക്കും ഗോവിന്ദൻ അത് ആദർശമോൻ്റെ വണ്ടിയല്ലേ എന്ന് ചോദിക്കുന്നു. അന്നേരം അതെ ആദർശമോൻ്റെ വണ്ടിയാണ്. ഏതായാലും അവർ കയറി വരുമ്പം ഞാൻ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയപ്പം നടന്ന കാര്യങ്ങളൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ ഗോവിന്ദേട്ടൻ. ജാതകം നോക്കി അത് തമ്മിൽ നല്ല ചേർച്ചയാണെന്നേ പറയാവുള്ളൂ, അങ്ങനെ ഞാൻ പറയുള്ളൂ എന്ന് പറയുമ്പോൾ അത് മതി എന്ന് ഗോവിന്ദനും പറയുന്നു. ഏതായാലും നയന ആദർശനോട് കയറി വന്ന് കഴിയുമ്പോഴത്തേക്കും വിശേഷമൊക്കെ ചോദിക്കും. അന്നേരം നയന അമ്മ അമ്പലത്തിൽ പോയിട്ട് വന്നതാണോ എന്ന് ഓടി ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും തുടങ്ങുവാണ് വിശദീകരണം. അയ്യോ ഞാൻ അമ്പലത്തിൽ പോയി, അത് കഴിഞ്ഞ് അവിടെ അടുത്താണല്ലോ നമ്മുടെ കുടുംബ ജ്യോത്സ്യൻ, അങ്ങേരെ പോയി കണ്ടു. അന്നേരം അങ്ങേര് പറഞ്ഞു ഈ വിവാഹം നടക്കുമെന്ന്. അതുപോലെ ജാതകം കാണിച്ചു, ജാതകത്തിലും നല്ല ചേർച്ചയുണ്ട്. ആദ്യം ജാതകം ഒന്നും നോക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചതായിരുന്നു. കാരണം നന്ദുവിന് ഇതുപോലെ ഇത്രയും നല്ലൊരു ചെറുക്കനെ ഇനി കിട്ടാനില്ലല്ലോ, അതുകൊണ്ട്. പക്ഷെ ഗോവിന്ദേട്ടൻ പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പം നവീൻ്റെ അമ്മ ചിലപ്പം ജാതകമൊക്കെ നോക്കും, അതുകൊണ്ട് നമുക്ക് നോക്കിയേക്കാം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പോയി നോക്കിയത്. ഏതായാലും നല്ല ചേർച്ചയാണ്. ഇനി നവീൻ്റെ അമ്മ കൂടി വിവാഹത്തിന് സമ്മതിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ മുന്നിൽ നിന്ന് ഈ കല്യാണം നടത്തി തരണം കേട്ടോ എന്നൊക്കെ രണ്ടുപേരൂടെ മാറി മാറി ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട് നന്ദുവിൻ്റെ അഭിപ്രായം നിങ്ങൾ ചോദിച്ചോ എന്ന്. അന്നേരം ഗോവിന്ദൻ പറയുവാണ് നന്ദുവിൻ്റെ അഭിപ്രായത്തിനൊന്നും ഇനി വലിയ പ്രാധാന്യമൊന്നുമില്ല, നന്ദുവിന് വലിയ എതിർപ്പൊന്നും ഇല്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം അവർ ഈ വിഷയം അറിഞ്ഞതിന് ശേഷമാണല്ലോ ഒരുമിച്ച് പൊന്മുടിക്ക് പോയത്, കൂടെ അനിയും ഉണ്ടായിരുന്നെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് ഇനി ഇതിൻ്റെ അകത്ത് വേറെ പ്രശ്നങ്ങളുണ്ടെന്നൊന്നും തോന്നുന്നില്ല എന്ന് പറയും. അന്നേരം നയനയ്ക്ക് ഇത്തിരി വിഷമം കേട്ടോ. ഇപ്പോഴാണ് നയനയ്ക്ക് വിഷമം തോന്നിയത്, അനിയും നന്ദുകൂടെ ഒരുമിക്കണമല്ലോ എന്നോർത്ത്. അന്നേരം അമ്മേ നവീൻ്റെ അമ്മ സമ്മതം മൂളിയിട്ട് പോരെ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ നവീൻ മോൻ ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ഓർത്ത് നമ്മൾ ടെൻഷൻ ആകണ്ട. ഇനി നവീൻ്റെ അച്ഛനോട് വന്നു കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് ഈ വിവാഹം നടത്തണം എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ രണ്ടുപേരും വിവാഹത്തെക്കുറിച്ചും നവീൻ മോനെക്കുറിച്ചും ഇങ്ങനെ വാതോരാതെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. കുറേ നേരം അത് കേട്ട് നിന്നതിന് ശേഷം അവർ എന്നാൽ ഞങ്ങൾ പോവുകയാണ് എന്ന് പറയും. അന്നേരം അകത്തോട്ട് കയറി ജ്യൂസോ ചായയോ എന്തെങ്കിലും കുടിച്ചിട്ട് പോകാം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതിനോട് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, അന്നേരം ജസ്റ്റ് ഒന്ന് കയറിയേ ഉള്ളൂ എന്ന് പറയും. എന്നിട്ട് ആദർശ് ചോദിക്കും നയനോട്, വേണമെങ്കിൽ നീ ഇവിടെ നിന്നോട്ടോ 2 ദിവസം എന്ന്. അന്നേരം വേണ്ട ആദർശേട്ടാ, 7-ാം മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിൽക്കേണ്ടതല്ലേ, അതിനിടയ്ക്ക് ആദർശേട്ടൻ്റെ അമ്മയെ വേദനിപ്പിക്കേണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞ് രണ്ടുപേരൂടെ അവിടുന്ന് ഇറങ്ങുവാണ്. അവർ അവിടുന്ന് പോകുന്നതിന് ശേഷം കനക പറയുന്നുണ്ട്, അനി എല്ലാവരുടെയും മുമ്പിൽ വെച്ചല്ലേ അവൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നന്ദു ആയിരിക്കും എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നവീൻ്റെ വിവാഹാലോചന വന്നിട്ടും എനിക്കും ആദർശനും അത്ര സന്തോഷമൊന്നുമില്ല. പക്ഷെ നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ഈ വിവാഹാലോചനയിൽ ഉറച്ചു നിൽക്കണം, എങ്ങനെയെങ്കിലും ഈ വിവാഹം നടത്തിയെടുക്കുകയാണ് വേണ്ടത് എന്ന് പറയുമ്പം ഗോവിന്ദൻ പറയും അത് അത്രയേ ഉള്ളൂ എന്ന്. പിന്നെ കാണിക്കുന്നത് നവീനെയാണ്. നവീനെ നന്ദു വിളിച്ചു വരുത്തിയതാണ്. അന്നേരം നവീൻ ചോദിക്കും, ഞാൻ സ്റ്റേഷനിൽ വന്നപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാമായിരുന്നല്ലോ, എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം നന്ദു പറയുവാണ്, ഞാൻ അനിയുടെ കാര്യം പറയാൻ വേണ്ടിയാണ് നവീനേട്ടനെ വിളിച്ചത്, അവൻ ആകെ ടെൻഷനിലാണ്, നാളെയാണല്ലോ കോടതിയിൽ കേസ് വരുന്നത്, അന്നേരം ഡിവോഴ്സ് കിട്ടുമോ ഇല്ലയോ എന്നോർത്ത് അവന് നല്ല ടെൻഷനുണ്ട് എന്ന് പറയുമ്പം നവീൻ ചോദിക്കും, അതെന്തിനാ അവൻ ടെൻഷനാകുന്നത്, കേസ് വാദിക്കുന്നത് ഞാനല്ലേ, ഞാൻ ഏതായാലും അവനെ ചതിക്കുകയല്ല എന്ന് പറയുമ്പോൾ അയ്യോ ചതിക്കുമെന്ന് ഓർത്തല്ല, അവനെന്തോ ഒരു ടെൻഷൻ പോലെ, അതൊന്ന് ഞാൻ നവീനേട്ടനെ അറിയിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുമ്പം നവീൻ പറയുന്നുണ്ട്, ഞാൻ ആത്മാർത്ഥ സുഹൃത്താണ്, അവന് ആത്മാർത്ഥ സുഹൃത്തിൻ്റെ വില എന്താണ് എന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് അവൻ ടെൻഷൻ അടിക്കുന്നത്, നാളെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കോടതിയിൽ ഞാൻ വാദിക്കും, അവന് ഡിവോഴ്സ് നേടിക്കൊടുക്കുകയും ചെയ്യും എന്ന് പറയുമ്പോഴേക്കും ആ കാര്യം ഓർക്കുമ്പോൾ ആകെ ടെൻഷനുണ്ട് എന്നിങ്ങനെ പറയുമോ എന്നായ നന്ദുവെ. അന്നേരം നവീൻ ചോദിക്കും, നന്ദു എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവന് ഡിവോഴ്സ് ഞാൻ നേടിക്കൊടുത്തോളാം, പിന്നെ നമ്മുടെ വിവാഹത്തെക്കുറിച്ച് ഓർത്താണ് ടെൻഷൻ അടിക്കേണ്ടത്, അതും ഞാൻ സോൾവ് ആക്കിക്കോളാം, അമ്മയെ കൊണ്ടുകൂടി ഈ വിവാഹത്തിനൊന്ന് സമ്മതിപ്പിച്ചെടുക്കണം, അതുമാത്രമേ ഇപ്പോൾ മുന്നിലൊരു പ്രതിസന്ധിയായിട്ടുള്ളൂ എന്നിങ്ങനെ പറയുമ്പം നന്ദു മനസ്സിലോർക്കുക, ഈശ്വര പത്മാൻ്റെ എന്നെ ഇഷ്ടമല്ലെന്ന് പറയണേ എന്ന്. അന്നേരം നവീൻ ചോദിക്കും, എന്നതാണ് നന്ദു ആലോചിക്കുന്നത്, നന്ദു ടെൻഷൻ അടിക്കുമൊന്നും വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും അമ്മയെ കൊണ്ട് സമ്മതിപ്പിച്ചോളാം, ഞാൻ അച്ഛനോട് കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ അച്ഛനോട് ഈ വിവാഹക്കാര്യം പറഞ്ഞു, എന്നിട്ട് അച്ഛൻ സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പം നവീൻ പറയുന്നുണ്ട്, അച്ഛനോട്
അച്ഛനോട് എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ആരാന്ന് പറഞ്ഞിട്ടില്ല. ഏതായാലും അച്ഛൻ വരട്ടെ, അച്ഛൻ വന്നു കഴിയുമ്പം ഞാൻ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചെടുത്തോളാം, പിന്നെ മുത്തശ്ശനും എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നു. അത് കേൾക്കുന്നതേ നന്ദുവിന് ആകെ ടെൻഷനാണ്, ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു. അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടെ അവിടുന്ന് പിരിയുന്നുണ്ട്. പിരിയുന്നതിന് മുമ്പ് നവീൻ പറയുന്നുണ്ട്, നിങ്ങൾ ഈ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യവുമില്ല, നല്ലൊരു സുഹൃത്തിൻ്റെ വില എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ, ഏതായാലും അത് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ടാണോ നവീൻ അവിടെ നിന്ന് പോരുന്നത്. പിന്നെ കാണിക്കുന്നത് നവ്യയാണ്. നവ്യ ഫോൺ വിളിച്ച് സംസാരിക്കുവാണ് കൂട്ടുകാരിയോട്. എടി, നീ നാളെ തന്നെ ആ സരോവരം ഹോസ്പിറ്റലിൽ പോയി അവൾക്ക് എങ്ങനെയുണ്ട് എന്ന് അന്വേഷിക്കണം കേട്ടോ, അവൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്ന് എനിക്കറിയാം, അത് എത്രത്തോളം ആയി എങ്ങനെയായി എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് നീ എന്നെ അറിയിക്കണം എന്നൊക്കെ പറയുന്നു. അന്നേരം ഇത് ദേവയാനി കേൾക്കുന്നുണ്ട്. അന്നേരം ദേവയാനിക്ക് ഒരു സംശയം, സരോവര ഹോസ്പിറ്റലിലാണ് അനഘ കിടക്കുന്നത്, ആ പെൺകുട്ടിയെക്കുറിച്ചാണോ നവ്യ സംസാരിക്കുന്നത് എന്നോർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് ദേവയാനി. അന്നേരമാണ് അങ്ങോട്ടേക്ക് ആദർശം നയനയും വരുന്നത്. അന്നേരം വീട്ടിൽ പോയി വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. വീട്ടിലെ അച്ഛനും അമ്മയും ഈ വിവാഹമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു, അവർ ഭയങ്കര സന്തോഷത്തിലാണ് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ നയന പറയുന്നുണ്ട്, എനിക്ക് അനിയുടെയും നന്ദുവിൻ്റെയും കാര്യം ഓർക്കുമ്പം വിഷമമാവുക, സങ്കടമാവുക എന്നൊക്കെ. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, ഇപ്പം നന്ദുവിന് വന്നേക്കുന്ന വിവാഹാലോചന നവീൻ്റെ അല്ലായിരുന്നുവെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു, പക്ഷേ ഇനി നമ്മൾ അതിനെതിരെ നിന്നാൽ മോശമല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അതിനുശേഷം ദേവയാനി ഈ കാര്യം പറയുക കേട്ടോ, നവ്യ സംസാരിച്ചത് കേട്ടല്ലോ, ആ കാര്യം പറയുന്നു. അന്നേരം നയന പറയുന്നുണ്ട്, ഇത് ശരിക്കും ഒരു നിമിത്തം പോലെ എനിക്ക് തോന്നുവാണ്, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ആദർശനോട് പറഞ്ഞേ ഉള്ളൂ നമുക്ക് അനഘയെ ഒന്ന് പോയി കാണണമെന്ന്, വൈകിട്ട് പോകാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്, അത് തന്നെ ഇവിടെ വന്നപ്പോൾ അമ്മയും പറഞ്ഞല്ലോ എന്നൊക്കെ പറയുമ്പം ദേവയാനി പറയുന്നുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല, നവ്യയാണ് അവളെക്കുറിച്ച് സംസാരിച്ചത്, സരോവരത്തിലെ ഏതോ ഒരു പേഷ്യൻറ്റിനെ കുറിച്ച് സംസാരിച്ചത്, അത് അനഘയാണെങ്കിൽ അഭി പറഞ്ഞിട്ട് അവൾ എന്തെങ്കിലും അന്വേഷണം നടത്തുന്നതാണോ എന്നറിയില്ലല്ലോ, അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നു. അന്നേരം നയന പറയുന്നുണ്ട്, എങ്കിൽ ഞങ്ങൾ അനഘയുടെ അടുത്ത് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന്. അന്നേരം ദേവേനെ ചോദിക്കും, മോൾ ഇപ്പോൾ ഒരു യാത്ര കഴിഞ്ഞ് ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ, ഇനി അടുത്ത യാത്രയ്ക്ക് പോകണോ എന്ന് ചോദിക്കുമ്പം, അത് സാരമില്ലമ്മേ, എനിക്ക് അനഘയെ ഒന്ന് കാണണം, അതൊരു വലിയ ആഗ്രഹമാണ്, ഞാനും ആദർശേൻ്റെ കൂടെ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണ്. എന്നിട്ട് പോകുന്നതിന് മുമ്പ് നയന ദേവയാനിയോട് പറയുന്നുണ്ട്, ചേച്ചി ഇത്രയും സംസാരിക്കുന്ന കേട്ട സ്ഥിതിക്ക് അമ്മ ചേച്ചീനെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വിവരം അറിയിക്കണമെന്ന്. ആയിക്കോട്ടെ എന്ന് ദേവയാനി പറയുന്നു. അങ്ങനെ അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് ഡോക്ടറോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. അതിനിടയ്ക്ക് ആനയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുക നയന. അന്നേരം ഡോക്ടർ ചോദിക്കും, കുഴപ്പം വരുത്താനാണോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? അല്ലല്ലോ, ആ ഒരു കാര്യമല്ല എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്, നിങ്ങളെ വിളിക്കണമെന്ന് ഓർത്തിരിക്കുമായിരുന്നു ഞാൻ, അപ്പോഴത്തേക്ക് നിങ്ങളിങ്ങനെ എത്തി, ഏതായാലും നിങ്ങളെ ഞാനൊരു അത്ഭുതം കാണിക്കാം എന്ന് പറഞ്ഞ് ഡോക്ടർ അനഘയുടെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് രണ്ടുപേരെയും കൂടി. അനഘ പയ്യെ പിടിച്ച് നടക്കാൻ തുടങ്ങി കേട്ടോ, രണ്ടുപേര് പിടിക്കുവാണെങ്കിൽ അനഘ നടക്കും. ആ കാര്യങ്ങളൊക്കെ കണ്ടിരുന്നേയും ഭയങ്കര സന്തോഷം, അതുപോലെ ചന്തുമോൾക്കും ഭയങ്കര സന്തോഷം, നയനെ കണ്ടല്ലോ. എന്തായാലും ഡോക്ടർ പറയുന്നുണ്ട്, ഞങ്ങളൊരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു അനഘയുടെ ശരീരത്തിൽ, അത് വിജയത്തിലെത്തി, അതുകൊണ്ടാണ് അനഘ ഇപ്പം എഴുന്നേറ്റ് നടക്കുന്നത് എന്ന് പറയും. അപ്പോൾ സംസാരശേഷി വീണ്ടും കിട്ടിയോ എന്ന് ചോദിക്കുമ്പം ഇല്ല എന്ന് പറയും. എന്നിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, അങ്ങനെ സംസാരശേഷി വീണ്ടും കിട്ടിയിരുന്നുവെങ്കിൽ നിങ്ങളെ കണ്ടു കഴിയുമ്പോഴത്തേക്കും മനസ്സിൽ തിങ്ങി നിൽക്കുന്ന സങ്കടവും സന്തോഷവും എല്ലാം അനഘ പ്രകടിപ്പിച്ചേനെ, അതിന് അവൾക്ക് സാധിക്കുന്നില്ല, കുഴപ്പമില്ല, നമുക്കത് ശരിയാക്കി എടുക്കാം എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ആദർശനോട് സംസാരിക്കണം, കൂടെ വരാൻ പറഞ്ഞ് ഡോക്ടർ ആദർശനെ വിളിച്ചുകൊണ്ട് ഡോക്ടർ റൂമിലേക്ക് പോകുന്നു. എന്നിട്ട് അനഘയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും, ചികിത്സയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് പറയുന്നുണ്ട്, അനഘയെ കാണാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി വന്നിരുന്നു, അനഘയ്ക്ക് ഭീഷണി ഉള്ളത് കൊണ്ട് തന്നെ അവിടെ പ്രത്യേക നിരീക്ഷണമുണ്ട്, അതുകൊണ്ട് ആ പെൺകുട്ടിയോട് ഞങ്ങൾ ചോദിച്ചു എന്തിനാണ് ആ റൂമിൽ കയറിയത് എന്ന്. അവൾ റൂം നമ്പർ മാറി കയറിയതാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ആ പെൺകുട്ടി ഇതിനു മുമ്പും ഈ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി, അത് ഒരു അബദ്ധത്തിലുള്ള കയറ്റമല്ലായിരുന്നു റൂമിലേക്ക് എന്നും മനസ്സിലായി എന്നൊക്കെ പറയുന്നു. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോണം, ഏതായാലും അനഘ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി എന്നുള്ളത് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്, ഞാൻ അവളെ ഒന്നുകൂടെ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ എന്ന് പറയും. അതുപോലെ ഡോക്ടറോട് CCTV ദൃശ്യങ്ങൾ എടുത്ത് വെക്കണമെന്നും പറയുന്നുണ്ട് കേട്ടോ, ആരാണ് അനഘയുടെ റൂമിൽ കയറിയത് എന്ന് അറിയണമല്ലോ. അങ്ങനെ അവർ CCTV ദൃശ്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് നേരെ സേവ്യറിൻ്റെ അടുത്ത് ചെല്ലുന്നു. എന്നിട്ട് സേവ്യറിനോട് പറയുന്നുണ്ട്, ആരാണ് ഈ പെൺകുട്ടിയെന്നൊന്ന് കണ്ടെത്തണം എന്ന്. അതുപോലെ നവ്യയുടെ നമ്പർ കൊടുക്കുന്നു, നവ്യ ആരൊക്കെ വിളിക്കുന്നു, നവ്യനെ ആരൊക്കെ വിളിക്കുന്നു എന്നുള്ളതും കണ്ടെത്തണം എന്ന് പറയുന്നു. അന്നേരം സേവ്യർ പറയുന്നുണ്ട്, നമുക്ക് ഇൻഫർമേഷൻസ് തന്നുകൊണ്ടിരുന്ന ആ
ആ ആൾ ആരാണെങ്കിലും നമ്മളെ സഹായിക്കുമായിരുന്നു, അതുകൊണ്ട് ടെൻഷൻ ആകേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദിക്കുമ്പം, അല്ല നമ്മളെ സഹായിക്കുമായിരുന്നു, ആ ആൾക്ക് ഒളിഞ്ഞിരുന്ന് സഹായിക്കേണ്ട കാര്യമില്ലല്ലോ, നേരെ മുന്നോട്ട് വരാമല്ലോ, എന്തുകൊണ്ടാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടെത്തണ്ടേ എന്ന് ആദർശ് ചോദിക്കും. ഏതായാലും ഇത്രയൊക്കെ ഡീറ്റെയിൽസ് കിട്ടിയതുകൊണ്ട് നവ്യയുടെ നമ്പർ കയ്യിലുണ്ട്, പിന്നെ ആ പെൺകുട്ടിയുടെ CCTV ദൃശ്യങ്ങൾ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള അന്വേഷണം അത്ര വലിയ പാടുള്ളതൊന്നുമല്ല, ഏതായാലും ഞാൻ പെട്ടെന്ന് കണ്ടുപിടിച്ച് തരാം എന്ന് സേവ്യറും പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് നവ്യനെയും കാണിക്കുന്നുണ്ട് കേട്ടോ. നവ്യ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുന്നതും കാണിക്കുന്നുണ്ട്. തിരിച്ച് വണ്ടിയിൽ പോരുമ്പോഴും ആദർശും നയനയും സംസാരിക്കുന്നത് നവ്യയെക്കുറിച്ച് തന്നെയാണ്. നവ്യ അബിക്ക് വേണ്ടി എന്തെങ്കിലും പണി ചെയ്യുവാണോ, അത് അവൾക്ക് തന്നെ പിന്നീട് ദോഷം ചെയ്യും എന്നൊക്കെ അവർ സംസാരിക്കുന്നു. അതുപോലെ നവ്യ അനഘ എഴുന്നേറ്റു, അവൾ റിക്കവറായി വരുന്നു എന്നുള്ള കാര്യം അറിഞ്ഞു കാണുമോ, ശരിക്കും അവൾ റിക്കവറായി വന്നിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് അതൊരു സഹായമാണ്, പക്ഷേ ചേച്ചി അത് വിശ്വസിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോരുന്ന നയനയും ആദർശിനെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ തീരുന്നു.